ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ ലെച്ചൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലത്തെ ബഹളമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് പുറത്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ രാമൻകുട്ടനെ ക്ലാസ്സിലൊക്കെ വിട്ടു. അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബേബി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അവളെ ഇപ്പോൾ ചരിച്ചൊക്കെ കിടത്തുകയാണെന്നുണ്ടെങ്കിൽ അവൾ കുറേ നേരം ഉറങ്ങിക്കോളും. അപ്പോൾ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. അതായത് നമ്മുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് നമ്മളോടൊരു 45 ദിവസമൊക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഇന്നാണ് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം. പക്ഷേ 45 ദിവസമൊന്നും ആയിട്ടില്ല കേട്ടോ. ഇന്ന് 38 ദിവസമായിട്ടുള്ളൂ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പല്ല് തേച്ചു, കുളിച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എൻ്റെ ഒപ്പം തന്നെ വല്യമ്മയും റെഡി ആയിട്ടോ. അപ്പോഴേക്കും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കണ്ണൻചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. വാവ ആ സമയത്തൊക്കെ നല്ല ഉറക്കമായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ എൻ്റെ ഡോക്ടർ സെപ്പറേറ്റ് ഒരു ക്ലിനിക്ക് ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ ചെന്ന് അധികം വെയിറ്റ് ഒന്നും ചെയ്യണ്ട കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അവിടെ ഒരു ചേച്ചി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേച്ചി കയറി കണ്ടു കഴിഞ്ഞ ശേഷം നമുക്ക് അപ്പോൾ തന്നെ കയറായിരുന്നു. അപ്പോൾ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ നമ്മളോട് ചെല്ലാൻ പറഞ്ഞത്. കൂടാതെ എനിക്ക് എൻസർക്കിലേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 4 മാസമായ സമയത്ത്. പക്ഷേ അതിൻ്റെ സ്റ്റിച്ച് നമുക്ക് ഡെലിവറി സമയത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല. സിസേറിയൻ ചെയ്തപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നമുക്ക് ഇനി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞത്. പിന്നെ എനിക്കൊരു മൾട്ടിവിറ്റാമിൻ ടാബ്ലറ്റും കൂടി ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങണമായിരുന്നു. രാമന് ടിഫിനായിട്ട് കൂടുതലും ഞാൻ ഫ്രൂട്ട്സാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വണ്ടി നിർത്തി. അപ്പം ഞങ്ങളും കുറച്ച് ജ്യൂസ് കുടിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസ് മര്യാദക്ക് ആ ഒരു ഊട്ടി കൂടി കിട്ടുന്നുണ്ടായിരുന്നില്ല. മാംഗോ ജ്യൂസാണ് കേട്ടോ വാങ്ങിച്ചത്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മാതള നാരങ്ങയുടെ അല്ലി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്ട്രോ ഒക്കെ കിട്ടി. ഇത് ഈ ഇപ്പോൾ കാണുന്ന ഈ സ്കൂൾ കണ്ടു, ദേവിവിലാസം സ്കൂൾ. ഈ സ്കൂളിലാണ് കേട്ടോ ഞാൻ 7 വരെ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടി പോയപ്പോൾ ഞാൻ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അങ്ങനെ വീട്ടിൽ വന്നു, നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ബേബിനെ ഫീഡൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് വല്യമ്മ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. വീണ്ടും കുഞ്ഞാവ കരഞ്ഞപ്പോൾ ഞാൻ ഫീഡൊക്കെ ചെയ്ത് വല്യമ്മയുടെ അടുത്ത് കുഞ്ഞിനെ കിടത്തി കൊടുത്തു. അപ്പോൾ വല്യമ്മ ആദ്യം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അതെല്ലാം ഒരുമിച്ചിരുന്ന് ഈ സമയത്തൊക്കെ കഴിക്കാൻ പറ്റില്ല. കാരണം ഒരാൾ കഴിക്കുമ്പോൾ ഒരാൾ കുഞ്ഞിനെ നോക്കും, മറ്റാൾ കഴിക്കുമ്പോൾ മറ്റാൾ കുഞ്ഞിനെ നോക്കും, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ വല്യമ്മ കുഞ്ഞിവാവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ മുട്ട വറുത്തതും അച്ചാറുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. വേറെ എന്തോ കറിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അങ്ങനെ ഞാൻ മുട്ട വറുത്തതും അച്ചാറും കൂട്ടി വല്യമ്മനായിട്ട് വീണ്ടും എന്തൊക്കെയോ കഥകൾ പറഞ്ഞ് ചിരിച്ച് ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ സത്യത്തിൽ. ഇങ്ങനെ ഓരോരോ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡും കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം രാമൻകുട്ടൻ വരുന്നതിന് മുന്നേ ഒന്ന് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. രാത്രി അങ്ങനെ ഉറക്കം നിൽക്കണ പ്രശ്നമൊന്നുമില്ല, എന്നാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കിടക്കണമല്ലോ. അങ്ങനെ അവൻ വരുന്നതിന് മുമ്പ് ഞാനൊന്ന് കുറച്ച് നേരം കിടന്നു കേട്ടോ. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും രാമൻകുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അങ്ങനെ സ്കൂളിലെ വിശേഷമൊക്കെ ചോദിക്കും, പക്ഷെ അവൻ അങ്ങനെ എല്ലാം പറയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ രാവിലെ ദോശയും പിന്നെ ചമ്മന്തി ആയിരുന്നു. അപ്പോൾ രാവിലെ എന്താണോ അത് തന്നെയായിരിക്കും ഞാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴും മിക്കപ്പോഴും കൊടുക്കാറ് കേട്ടോ. അങ്ങനെ വേറൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങി കടിയോ അങ്ങനെയൊക്കെ വാങ്ങാറുള്ളൂ. പിന്നെ ഞങ്ങൾ കടയിൽ കയറിയ സമയത്ത് ചോളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചോളം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനത് പുഴുങ്ങി കൊടുത്തിട്ട് ഫോർക്കിൽ കുത്തിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണികൾ മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുണികൾ മടക്കുന്ന സമയത്ത് വീഡിയോ എടുക്കണമെന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വല്യമ്മ. അപ്പോൾ വല്യമ്മക്ക് അങ്ങനെ വീഡിയോ എടുക്കുന്നത് വല്യമ്മനെ കാണിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, വല്യമ്മ നോക്കിക്കോ, ഇനി എവിടെ പോകുമ്പോഴും വല്യമ്മനെ എല്ലാവരും തിരിച്ചറിയും, ഈ വീഡിയോ വൈറലാകും, വല്യമ്മ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആകും എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് അങ്ങനെ ഓരോ അങ്ങനെയുള്ള തമാശകളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ആ ഫ്രെയിം അലമ്പാക്കാൻ വേണ്ടി വരാണ് കേട്ടോ രാമൻ. അവൻ മനഃപൂർവ്വം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നുണ്ടോ. കുറേ നേരം പറഞ്ഞു കൊടുത്തിട്ട് അവൻ വീണ്ടും ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി ഓരോന്നും ചെയ്യാനാണ് കേട്ടോ കുട്ടി. അത് കഴിഞ്ഞ് തുണിയൊക്കെ മടക്കിയതിന് ശേഷം വാവ് കുറച്ച് നേരം നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ വല്യമ്മ പറഞ്ഞു, ഞാൻ കുറച്ച് നേരം പുറത്തെടുത്തുകൊണ്ട് നടക്കാമെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ രാമനാണെങ്കിൽ എപ്പോഴും അകത്ത് തന്നെ അല്ലേ, അവിടെ കളിക്കാനായിട്ട് അധികം പിള്ളേരൊന്നും ഇല്ല കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്ത്. അങ്ങനെ അവനും പുറത്തൊക്കെ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് വരാനായിട്ടുണ്ട്. അപ്പോൾ അവർ ജോലി കഴിഞ്ഞ് വരാനാകുന്ന സമയത്ത് എപ്പോഴും ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് പോയി ഇങ്ങനെ ഇരിക്കും. കാരണം അവർ വരുമ്പോൾ തന്നെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അത് ഇപ്പോഴും നല്ല കുറേ നാളായിട്ടുള്ളൊരു ശീലമുണ്ട്. എപ്പോഴും അച്ഛനമ്മയും വരാനാവുന്ന സമയം നമുക്കറിയാമല്ലോ. ആ സമയത്ത് ഞങ്ങളിങ്ങനെ പുറത്ത് പോയി ഇരിക്കും. പിന്നെ അവിടെ 28 കഴിഞ്ഞതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അതിന് ശേഷം പുറത്തിറക്കി ഇങ്ങനെ കുറച്ച് നേരം കോലയിലിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കുറച്ച് നേരം നടത്താറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെടുത്തുകൊണ്ട് നടത്താറുണ്ട്. പിന്നെ അപ്പോഴേക്കും അമ്മ വന്നു. അച്ഛൻ വന്നപ്പോഴേക്കും കടി വേണമെന്ന് പറഞ്ഞിട്ട് കടി വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ
പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളും കാര്യങ്ങളും, പിന്നെ അമ്മ വരുമ്പോൾ തന്നെ ജോലി സ്ഥലത്തുണ്ടായ വിശേഷങ്ങൾ, ബസ്സിലുണ്ടായ വിശേഷങ്ങൾ, അങ്ങനെ ഓരോന്നൊക്കെ പറയും കേട്ടോ. പിന്നെ ഇതേ നമുക്ക് സവാള വടയും പിന്നെ ബോണ്ടയും പത്തിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കുമ്പോഴാണെങ്കിലും രാത്രി ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും വീട്ടിൽ ആരൊക്കെ ഉണ്ടോ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും കേട്ടോ മാക്സിമം കഴിക്കാറ്. ആ സമയത്ത് നമ്മൾ അന്നത്തെ ദിവസം എന്തൊക്കെ ഉണ്ടായോ അതൊക്കെ അങ്ങോട്ട് എല്ലാവരും പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. അമ്മയാണെങ്കിലും ഓഫീസിലെ കാര്യങ്ങൾ, അച്ഛനാണെങ്കിലും സൈറ്റിലുണ്ടായ എന്തെങ്കിലും കാര്യങ്ങൾ, ഞങ്ങളാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്തും എല്ലാം ഷെയർ ചെയ്യും കേട്ടോ. ഹലോ, അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നു, ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ എനിക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് മൾട്ടി വിറ്റാമിൻ്റെ ടാബ്ലറ്റ് തന്നു കേട്ടോ, ഒരു 8 ദിവസത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കാൽഷ്യം കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അതിൻ്റെ ടാബ്ലറ്റ് ഒരു 8 ആഴ്ചയും കൂടി കഴിച്ചോ, എന്നിട്ട് നിർത്തിക്കോളാനും പറഞ്ഞു കേട്ടോ. പിന്നെ കാൽസ്യം കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ഫീഡിങ് ചെയ്യാണല്ലോ. അപ്പോൾ ഫീഡിങ് ചെയ്യുന്ന എത്രയും നാൾ കഴിച്ചോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ഹെയർ ലോസും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് പ്രഗ്നൻസി കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കാൽസ്യത്തിൻ്റെ മരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്, എനിക്ക് എൻസർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് എനിക്ക് സിസേറിയൻ ചെയ്ത സമയത്ത് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുറച്ച് പാടായിരുന്നു ഡോക്ടർ പറഞ്ഞു സിസേറിയൻ ചെയ്ത് ബേബീനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻസർക്കുലേറ്റ് ചെയ്ത സ്റ്റിച്ച് ഊരാൻ പറ്റിയില്ല. അപ്പം ഹെവി ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി മാർച്ചിൽ ഡേറ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ ബേബീനെ ഡോക്ടറിനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ പോന്നു. പിന്നെ ഇപ്പോൾ വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചിരുന്നു. എപ്പോഴും വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരിക്കലാണ് കൂടുതലും. ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയി അച്ഛനും അമ്മയൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു, പിന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ടു. രാമന് ഫുഡ് കൊടുത്തു. രാമനും എൻ്റെ അമ്മയും കൂടെ ഉറങ്ങാൻ അപ്പുറത്തെ റൂമിൽ പോയി. കുഞ്ഞോനെ ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വലിയമ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞിനെ. പിന്നെ സീരിയലും കാണുന്നുണ്ട്. ഞാനും കഞ്ഞിയൊക്കെ കുടിച്ചു. പിന്നെ എനിക്കിതേ മെഡിസിൻ കഴിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ കിടന്നുറങ്ങും. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ കംപ്ലീറ്റ് ആയി ഇവിടെ. അപ്പോൾ ഇതാണ് കേട്ടോ ഡോക്ടർ എനിക്ക് കഴിക്കാൻ തന്നിട്ടുള്ള മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്. ഇതൊരു 8 ദിവസത്തേക്ക് കഴിക്കാനുള്ളൂ. അപ്പോൾ 8 ദിവസത്തിന് ഇത് കഴിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരോടും നിങ്ങൾക്കറിയുന്നവരോടൊക്കെ ഒന്ന് ഇങ്ങനൊരു ചാനലുണ്ടെന്നും കൂടി ഒന്ന് പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.